Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss some problems related to Venturimeter. അതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിനാവശ്യമായ തിയറി ബേസ് ഒന്ന് നോക്കാം. വെഞ്ചുറിമീറ്ററിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ അതൊക്കെ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷൻ ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു A1 A2 റൂട്ട് 2GH ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതിൽ സി ഡി എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വെഞ്ചുറിമീറ്റർ. A1 എന്ന് പറയുന്നത് ആ ഇൻലെറ്റ് അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഏരിയയാണ്. A2 എന്ന് പറയുന്നത് ത്രോട്ടിൻ്റെ ഏരിയയാണ്. എച്ച് എന്ന് വെച്ചാൽ ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ടാണ് ഇൻ ടേംസ് ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്. നമ്മൾ നോർമലി മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഇൻലെറ്റിലും ത്രോട്ടിലും. ഇവിടെ ഫ്ലോ നടക്കുന്ന സമയത്ത് പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ഇൻലെറ്റിലായിരിക്കും ഹയർ പ്രഷർ ഉണ്ടാവുക, ത്രോട്ടിൽ ലോ പ്രഷർ ആയിരിക്കും. അതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ പ്രഷർ ഡിഫറൻസ് ഇൻലെറ്റും ത്രോട്ടും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ഏതിൻ്റെ ടേംസിലാണ്? ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഇൻ മെർക്കുറി കോളം, ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും ഡിഫറൻസ് ഇൻ മെർക്കുറി കോളമായിട്ടാണ് നമുക്ക് കിട്ടുക. ആ സമയത്ത് ആ എക്സിനെ എച്ചിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഈ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതിനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലാതെ ഇവിടെയും പ്രഷർ ഗേജസ് ആണ് വെക്കുന്നതെങ്കിൽ ആ സമയത്ത് ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി. മീൻസ് ഇവിടുത്തെ വണ്ണിലെ പ്രഷർ നമുക്കറിയാം, കിലോ പാസ്കലിലെ വാല്യൂ അറിയാം. അതേപോലെ 2ലെ പ്രഷർ കിലോ പാസ്കലിലെ വാല്യൂ അല്ലെങ്കിൽ പാസ്കലിലെ വാല്യൂ അറിയെങ്കിൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു P1 ബൈ റോ ജി, അതായത് ഇവിടുത്തെ പ്രഷർ ഹെഡ് 1ൽ. P2 ബൈ റോ ജി എന്ന് വെച്ചാൽ സെക്കൻഡിലെ പ്രഷർ ഹെഡ്. ആ ഹെഡ് ഡിഫറൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി മെർക്കുറിയുടെ ടേംസിൽ ആ എക്സ് ആണ് നമുക്ക് അവൈലബിൾ എങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഇവിടെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഹെവിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ, ഹെവിയർ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഇതിലൂടെ പാസ് ചെയ്യുന്നൊരു ഫ്ലൂയിഡ് ഉണ്ടാവും. അതിനേക്കാളും ഡെൻസർ ആയിട്ടുള്ള ലിക്വിഡാണ് മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലൂടെ വാട്ടർ പാസ് ചെയ്യുന്നുണ്ട്. മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് മെർക്കുറി എന്ന് പറഞ്ഞാൽ വാട്ടറിനെക്കാട്ടിയും ഹെവിയറാണ്. അത്തരം കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു SH ബൈ S0 മൈനസ് 1. ഇനി ലൈറ്റർ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. മാനോമീറ്റർ ഇൻവേർട്ടഡ് മാനോമീറ്റർ ആണെങ്കിൽ, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെങ്കിൽ ലൈറ്റർ ലിക്വിഡ്, മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും ലൈറ്റർ ആയിരിക്കും. ലൈറ്റർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഫ്ലോയിങ് ഫ്ലൂയിഡിനെക്കാട്ടിയും ഡെൻസിറ്റി കുറവായിരിക്കും മാനോമെട്രിക് ഫ്ലൂയിഡ്. ആ സമയത്ത് ഇൻവേർട്ടഡ് മാനോമീറ്റർ ഉപയോഗിക്കുന്നെങ്കിൽ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് SL ബൈ S0. ഈ എസ് എന്താണ്? എസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ഫ്ലൂയിഡ് അല്ല മാനോമെട്രിക് ഫ്ലൂയിഡ്. S0 എന്ന് പറയുന്നത് ആ ഫ്ലോയിങ് ഫ്ലൂയിഡ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അതേപോലെ ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ SL എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലൈറ്റർ ഫ്ലൂയിഡ് അല്ല മാനോമെട്രിക് ഫ്ലൂയിഡ്. S0 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡ് തന്നെ അല്ല ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇനി ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ ആണെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ ഒരു മാറ്റമില്ല. Q ആക്ച്വലി ഈക്വൽ ടു സി ഡി ഇൻറ്റു A1 A2 റൂട്ട് 2GH ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. അതിലൊന്നും ചേഞ്ച് ഇല്ല. പക്ഷെ എവിടെയാണ് മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ ഇക്വേഷൻ ലൈറ്റായിട്ടൊന്ന് മാറും. ഡിഫറൻസ് ഇൻ പീസോമെട്രിക് ഹെഡാണ് ഇവിടെ എടുക്കേണ്ടത്. കാരണം എലിവേഷൻ ഡിഫറൻസ് വന്നു Z1 ആൻഡ് Z2. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ടിലും പ്രഷർ അറിയെങ്കിൽ, ഇവിടത്തെയും പ്രഷർ വാല്യൂ അറിയെങ്കിൽ അതും അറിയണം. പിന്നെ ഈ ലെവൽ ഡിഫറൻസും അറിയണം. ഒരു ആർബിട്രറി ഡാറ്റത്തിൽ നിന്നുള്ള ഡിഫറൻസ് ഹൈറ്റാണ് ഒന്ന് Z1 കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തത് Z2 എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. 1ലോട്ടുള്ളതും 2ലോട്ടുള്ളതും. ഈ Z1ഉം Z2ഉം വാല്യൂ അറിയാം, P1ൻ്റെയും P2യും വാല്യൂ അറിയെങ്കിൽ ഈ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി അതല്ല തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ മാനോമെട്രിക് ഡിഫറൻസ് ആണെങ്കിൽ, ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ തൊട്ട് മുമ്പിലുണ്ടായ സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക.
എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് നോട്ട് മൈനസ് 1. മാനോമീറ്ററിൻ്റെ ടേംസിലാണ് നമുക്ക് റീഡിങ് തരുന്നതെങ്കിൽ ഇൻക്ലൈൻഡ് ആയാലും ഹൊറിസോണ്ടൽ ആയാലും എന്ത് തന്നെയാണ്, എച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിം തന്നെയാണ്. പക്ഷേ പ്രഷറും ആ ഹെഡും ഡാറ്റം ഹെഡും തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ മാറും. എച്ചിന് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം ഇൻക്ലൈൻഡിൻ്റെ കേസിൽ, അത് ശ്രദ്ധിക്കണം. അതേപോലെ ലൈറ്റർ ലിക്വിഡ് ആണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് എൽ ബൈ എസ് നോട്ട്. എഴുതിയിരിക്കുന്നത് എച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ്. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് എൽ ബൈ എസ് നോട്ട്. ഇനി വെർട്ടിക്കൽ മാനോമീറ്റർ ആണെങ്കിലും ഈ ഇൻക്ലൈൻഡ് മാനോമീറ്റർ അല്ലെങ്കിൽ വെർട്ടിക്കൽ മാനോമീറ്റർ ഉണ്ട്, അതിനൊക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നേരെ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ഇതുള്ളത്. ഇപ്പോൾ ഇൻക്ലൈൻഡ് ആണ്, നേരെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണെങ്കിലും ഈ സെയിം ഇക്വേഷൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ആദ്യം ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായി നിൽക്കുന്ന പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന വെഞ്ചുറിമീറ്റർ, അതിൻ്റെ പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an oil of specific gravity 0.8 is flowing through a venturimeter having inlet diameter 20 cm and throat diameter 10 cm. The oil mercury differential manometer shows a reading of 25 cm. Calculate the discharge of oil through the horizontal venturimeter. Take CD is equal to 0.98. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന വാല്യൂ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഓയിലാണ് ഫ്ലോ ചെയ്യുന്നത്, അതായത് എസ് നോട്ട് ഈസ് ഈക്വൽ ടു 0.8. പിന്നെ ഇൻലെറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡയമീറ്റർ D1, അതേപോലെ ത്രോട്ടിലെ ഡയമീറ്റർ D2, 20ഉം 10ഉം തന്നിട്ടുണ്ട്. പിന്നെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ U2 മാനോമീറ്ററാണ്. അന്നേരം മാനോമെട്രിക് ഫ്ലൂയിഡ് നോർമലി എന്താണ്, മെർക്കുറിയാണ്. ആ ഒരു ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട് 25 cm, നമ്മൾ എക്സ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം, സി ഡിയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിലുള്ളത് എച്ച് ആണ്, എക്സിനെ എച്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ അറിയെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് നോട്ട് മൈനസ് 1. ആ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസൊക്കെ ചെയ്യുന്നത് സെൻറ്റിമീറ്റേഴ്സിലാണ്. നമുക്ക് ഏത് യൂണിറ്റിൽ വേണം ചെയ്യുക, മീറ്ററിൽ ചെയ്യുന്നുണ്ട് അതും ചെയ്യുക, എല്ലാം കൺസിസ്റ്റൻ്റ് യൂണിറ്റിൽ എടുക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നിൻ്റെ സെൻറ്റിമീറ്ററും അടുത്ത മീറ്റർ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, പിന്നെ ഇൻലെറ്റിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ സർക്കുലാറാണ്, π/4 d². അതേപോലെ ത്രോട്ടിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1A2 റൂട്ട് 2GH ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1² മൈനസ് A2². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ജീൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 9.81 ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ യൂണിറ്റും എടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിൻ്റെ ടേംസിലാണ്. ആ സമയത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ജീൻ്റെ വാല്യൂ 981 ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാം സെൻറ്റിമീറ്റർ എടുക്കുന്ന സമയത്ത് 9.81 എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ബാക്കി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പം സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ ഞങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടാവുക. അതിന് വേണമെങ്കിൽ ലിറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക, ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ യൂണിറ്റിൽ തന്നെ അവിടെ വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, an oil of specific gravity 0.8 is flowing through a venturimeter having inlet diameter 20 cm and throat diameter 10 cm. The oil mercury differential manometer shows a reading of 15 cm. Calculate discharge of oil through the horizontal venturimeter. Take CD is equal to 0.98. പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റനാണ്, ജൂലൈ 2017 യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. ഇപ്പം ചെയ്ത സെയിം മോഡലിൽ വരുന്ന ക്വസ്റ്റനാണ്. സോൾവ് ചെയ്ത് നോക്കുക. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, the inlet and throat diameter of a horizontal venturimeter are 30 cm and 10 cm respectively. The liquid flowing through the meter is water. The pressure intensity at inlet is 13.734 Newton per centimeter square, while the vacuum pressure head at throat is 37 centimeters of mercury. Find the rate of flow. Assume that 4% of differential head is lost between the inlet and throat. Find also the value of CD for the venturimeter. ഇവിടെ ഇത് ഈഫ് അല്ല, ഓഫാണ് വേണ്ടുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻലെറ്റ് ഡയമീറ്റർ, അതായത് D1 തന്നിട്ടുണ്ട് 30 cm, അതേപോലെ ത്രോട്ട് ഡയമീറ്റർ D2 തന്നിട്ടുണ്ട് 10 cm. ആ രണ്ട് ലൊക്കേഷനിൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് വാട്ടറാണെന്ന് തന്നിട്ടുണ്ട്. പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ഇൻലെറ്റ്, ഇവിടുത്തെ പ്രഷർ ഇൻറ്റൻസിറ്റി P1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്
13.734. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റർ റീഡിംഗ് അല്ല തന്നിരിക്കുന്നത്, ഇവിടുത്തെ പ്രഷറുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? 13.734. അതേപോലെ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ 37 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, വാക്വം പ്രഷറാണ്, ശ്രദ്ധിക്കണം. പിന്നെ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുണ്ട്, പിന്നെ CD കണ്ടുപിടിക്കാനുണ്ട്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 4% ഓഫ് ഡിഫറൻഷ്യൽ ഹെഡ് ഈസ് ലോസ്റ്റ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ടിലെ ഹെഡ് ലോസും തന്നിട്ടുണ്ട്. 4% ഓഫ് ഹെഡ്, ഡിഫറൻഷ്യൽ ഹെഡ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ചാർജും കണ്ടുപിടിക്കണം, CDയും കണ്ടുപിടിക്കണം. ഓക്കെ, CD കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് Q = CD A1A2 √2GH by square root of A1² minus A2² വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഇൻലെറ്റിലെ പ്രഷർ P1 Nm/cm², അതിനെ Nm/m², SI യൂണിറ്റിലോട്ട് മാറ്റുന്നു. കാരണം ഇവിടെയൊക്കെ ഞാൻ SI യൂണിറ്റിലാണ് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് SI യൂണിറ്റിലോട്ട് മാറ്റി. ഓക്കെ, അവിടുത്തെ പ്രഷർ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻലെറ്റിലെ പ്രഷർ ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? P1/ρg ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് H കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ H = P1/ρg - P2/ρg ആണ്. അതുകൊണ്ടാണ് ഇവിടെ P1/ρg പ്രഷർ ഹെഡ് കണ്ടുപിടിക്കുന്നത്. ഇനി ത്രോട്ടിലെ പ്രഷർ ഹെഡ് തന്നിട്ടുണ്ട്, P2/ρg. ത്രോട്ട് തന്നിരിക്കുന്നത് യൂണിറ്റ് ശ്രദ്ധിക്കണം. ഈ Nm/m² അല്ല Nm/cm² തരുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ Pൻ്റെ വാല്യൂ ആയിരിക്കും. ആ സെൻറ്റിമീറ്റേഴ്സ്, ആ ഹെഡിൻ്റെ ടേം തരുന്നുണ്ടെങ്കിൽ അത് P/ρg വാല്യൂ ആയിരിക്കും. ത്രോട്ട് തന്നിരിക്കുന്നത് 37 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അത് വാക്വം പ്രഷർ ആയതുകൊണ്ടാണ് മൈനസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക്. നമ്മൾ അറ്റ്മോസ്ഫിയറിക്കാണ് ഡാറ്റമായിട്ട് എടുക്കുന്നത്, കാരണം അതിൻ്റെ ലെസ് ദാൻ എന്തായിരിക്കും? നെഗറ്റീവ് പ്രഷറായിട്ട് എടുക്കണം. അത് സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലാണുള്ളത്. ഇവിടെ ഫസ്റ്റ് പ്രഷർ ഹെഡ് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ മെർക്കുറിയിലുള്ള ഹെഡിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? വാട്ടർ ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഡിഫറൻസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാണ്ട് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ആ കൺവേർട്ട് ചെയ്യുന്നത് ഈ ആദ്യം സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ആ മെർക്കുറിയുടെ ടേംസിലുള്ള വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് 13.6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ മെർക്കുറി അല്ലാണ്ട് വാട്ടർ അല്ലാണ്ട് വേറെ ഏതാ വർക്കിംഗ് ഫ്ലൂയിഡ് എടുത്താലും ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോക്കാം. ആ കൺവേർഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, ആ പ്രഷറിൻ്റെ ഇക്വേഷൻ ρgH അതാണ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പം ഈ H എന്ന് പറഞ്ഞാൽ ഹെഡ്, റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി, G എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ മെർക്കുറിക്കാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്. ഓക്കെ, ഞാനിപ്പം ഏത് ഉപയോഗിച്ചിട്ട് ഈ HρG ഇക്വേഷൻ, ഇപ്പം മെർക്കുറി ഉപയോഗിച്ചിട്ടായാലും ഇനി വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടായാലും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്ന ആ P എന്ന് പറഞ്ഞ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ H ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ മെർക്കുറിയുടെ സെയിം H ആയിരിക്കുമല്ലോ അടുത്ത ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന സമയത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഡെൻസിറ്റിയിലെ വേരിയേഷനാണ്. G എന്ന് പറഞ്ഞാൽ 9.81. ഓക്കെ, ഏത് ലിക്വിഡ് എടുത്താലും അത് മാറുന്നില്ല, പക്ഷേ ഓരോ ലിക്വിഡ് മാറുന്ന സമയത്ത് ഡെൻസിറ്റിയുടെ വാല്യൂ മാറും. ഡെൻസിറ്റിയുടെ വാല്യൂ മാറുന്നത് കൊണ്ട് തന്നെ ഈ Hൻ്റെ വാല്യൂം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ പ്രഷർ എന്ന് വെച്ചാൽ സെയിം പ്രഷറാണ് ഇത് വെച്ചാലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഡെൻസിറ്റി വേരിയേഷൻ വരുന്നതുകൊണ്ട് ഈ Hൻ്റെ വാല്യൂം വേരിയേഷൻ വരും. എന്നാൽ മാത്രമേ സെയിം പ്രഷറായിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുന്നത് HM ρmg = HF ρfg. 2 G ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? HM ρm = HF ρf. H എന്ന് വെച്ചാൽ ഹെഡ്, മെർക്കുറിയുടെ ഹെഡാണ്. റോ എന്ന് വെച്ചാൽ അതിൻ്റെ മെർക്കുറിയുടെ ഡെൻസിറ്റി. ഈ HF എന്ന് വെച്ചാൽ ഫ്ലൂയിഡ്, ഏതെങ്കിലും വർക്കിംഗ് ഫ്ലൂയിഡ്, ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഹെഡ്. അതേപോലെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റി ρf. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഈ വാല്യൂ അറിയാം, HM അറിയാം, അതിനെ ആ ഫ്ലൂയിഡിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ടേംസിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ HF = HM ρm/ρf. ഇനി ആ ഫ്ലൂയിഡ് വാട്ടർ ആണെങ്കിൽ എങ്ങനെ ചെയ്താൽ HW = HM × ρm, ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13,600. പിന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ F മാറി W. ഓക്കെ, അന്നേരം എന്ത് കിട്ടും? HW = HM × 13.6.
അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 13.6. ഈ 37 എന്ന് പറയുന്നത് HM ആണ്. ഓക്കെ, ഈ 100 എന്ന് വെച്ചാൽ ജസ്റ്റ് സെൻറ്റിമീറ്ററിന് മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. വാട്ടർ ആവുന്ന സമയത്താണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി വർക്കിംഗ് ഫ്ലൂയിഡ് വേറെ ഏതാണെങ്കിൽ ഈ ഒരു ടേംസ് ഈ ഇക്വേഷൻ പ്രകാരം തന്നെ ചെയ്യണത്. ഓക്കെ, രണ്ട് വാല്യൂ കിട്ടി. P1/ρg കിട്ടി, P2/ρg കിട്ടി. അത് H is equal to P1/ρg minus P2/ρg. അത് ചെയ്താൽ എന്തായി? എച്ചിൻ്റെ വാല്യൂ ആയി. വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഹെഡ് ലോസ് തന്നിട്ടുണ്ട്. HF is equal to 4% of H. ഡിഫറൻഷ്യൽ ഹെഡിൻ്റെ 4% ലോസ്റ്റ് ആണ്. നേരം ആ ലോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 4%, 4/100 ഇൻറ്റു ഈ ഒരു വാല്യൂ ചെയ്താൽ മതി. ഓക്കെ, മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ കിട്ടും. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഹെഡും ഹെഡ് ലോസും അറിയാമെങ്കിൽ CD is equal to root of H minus HF/H. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? CD-യുടെ വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ CD കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. CD കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്ചാർജ് is equal to CD into A1A2 root 2GH by square root of A1 square minus A2 square. ഇതിലിപ്പം എല്ലാ വാല്യൂ അറിയാം. ശ്രദ്ധിക്കേണ്ട കാര്യം G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 981 എന്ന് എടുക്കണം. നമ്മൾ എല്ലാ യൂണിറ്റും സെൻറ്റിമീറ്റേഴ്സിൽ കൊടുക്കുന്നുകൊണ്ട് പറയുന്നതാണ്. എല്ലാ ഇതും സെൻറ്റിമീറ്റേഴ്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ജീൻ്റെ വാല്യൂ 981 എന്ന് എടുക്കണം. ഇനി മീറ്റേഴ്സിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 9.81 എടുത്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്താൽ ഇതിന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ വെഞ്ചുറിമീറ്റർ ഹൂസ് ത്രോട്ട് ഡയമീറ്റർ ഈസ് 1/3 ഓഫ് പൈപ്പ് ഡയമീറ്റർ ഈസ് ഫിറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് 300 mm diameter carrying water. The pressure in pipeline is 13.8 Newton per centimeter square gauge and vacuum in throat is 37.5 centimeters of mercury. Determine rate of flow through the pipeline. Take CD is equal to 0.98. സോൾവ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ചെയ്ത മോഡലിലെ പ്രോബ്ലമാണ്. ജസ്റ്റ് ഇതിൽ ഡിസ്ചാർജാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 2018 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ തന്നിരിക്കുന്ന ഗേജ് പ്രഷർ പീൻ്റെ ടേംസിലെ പ്രഷറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ P/ρg എടുത്തിട്ട് ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതേപോലെ മെർക്കുറി വാക്വം ത്രോട്ടിലെ റീഡിങ് 37.5 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. അതിനെ വാട്ടർ ഹെഡിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ വിത്ത് ഇൻലെറ്റ് ഡയമീറ്റർ 20 cm ആൻഡ് ത്രോട്ട് ഡയമീറ്റർ 10 cm ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ ഓഫ് ഓയിൽ or specific gravity 0.8. The discharge of oil through vencurimeter is 60 liter per second. Find the reading of the oil mercury differential manometer. Take CD is equal to 0.98. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ആണ്. ഇൻലെറ്റ് ഡയമീറ്റർ 20 ആണ്. ത്രോട്ട് ഡയമീറ്റർ 10 cm ആണ്. അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട് 60 ലിറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീഡിംഗ് ഓഫ് ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഈ എക്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. അത് D1 തന്നുകൊണ്ട് നമുക്ക് ഏരിയ കിട്ടും, D2 തന്നുകൊണ്ട് ത്രോട്ടിൻ്റെ ഏരിയയും കിട്ടും, CD തന്നിട്ടുണ്ട്. അതേപോലെ Q 60 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബാണ്. അതേപോലെ ആ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടും കൺവേർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. The discharge equation Q is equal to CD into A1A2 root 2GH by square root of A1 square minus A2 square. ഇതിൽ നമുക്ക് അൺനോണായിട്ട് ആര് മാത്രമേ ഉള്ളൂ? H. ബാക്കി എല്ലാ വാല്യൂ അറിയാം. അതുകൊണ്ട് അത് സോൾവ് ചെയ്തിട്ട് എന്തിൻ്റെ വാല്യൂ എടുക്കുന്നത്? എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. ആക്ച്വലി ഡിഫറൻഷ്യൽ മെർക്കുറി ലെവൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമ്പിലെ മെർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ പ്രകാരം സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? എച്ച് ആണ്. ഓക്കെ, ഞാൻ സോൾവ് ചെയ്തിട്ട് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരിക? എക്സും എച്ചും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. എന്താണ്? ഹെവിയർ ഫ്ലൂയിഡാണ്. അതുകൊണ്ട് H is equal to X into SH by S0 minus 1. ഇത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി നമുക്കറിയാം 13.6, വർക്കിംഗ് ഫ്ലൂയിഡ് 0.8,
അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. അതേതാണ്? എക്സ് ആണ്. അത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 18.12 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്തത് പ്രോബ്ലംസ് ഓൺ ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സെയിം ഇക്വേഷൻസ് ആണ് വരിക. എ 20 cm into 10 cm വെഞ്ചുറിമീറ്റർ ഈസ് ഇൻസേർട്ടഡ് ഇൻ എ vertical pipe carrying oil of specific gravity 0.8. The flow of oil is in upward direction. The difference of level between throat and inlet section is 50 cm. The oil mercury differential manometer gives a reading of 30 cm of mercury. Find the discharge of oil. Neglect losses. ക്വസ്റ്റ്യനിൽ ഈ 20 cm into 10 cm എന്ന് പറഞ്ഞാൽ 20 cm എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലെ ഡയമീറ്റർ ആയിരിക്കും, 10 cm എന്ന് പറഞ്ഞാൽ ത്രോട്ടിലെ ഡയമീറ്റർ ആയിരിക്കും ഇങ്ങനെ തരുന്നത്. ഓക്കെ, ഇൻലെറ്റിലെ ഡയ തന്നിട്ടുണ്ട്, അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. ത്രോട്ടിലെ ഡയ തന്നിട്ടുണ്ട്, അവിടുത്തെ ഏരിയയും കണ്ടുപിടിക്കുക. പിന്നെ ഫ്ലോയിങ് ഫ്ലൂയിഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആയിരിക്കുന്ന ഫ്ലൂയിഡാണ്. പിന്നെ ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് ഇൻലെറ്റ് സെക്ഷൻ ഈസ് 50 cm. അതെന്ന് വെച്ചാൽ ഈ ഒരു ഹൈറ്റ്, ഈ 1ഉം 2ഉം തമ്മിൽ ആ ഒരു ഹൈറ്റാണ് ആ 50 എന്ന് തന്നിരിക്കുന്നത്. പിന്നെ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അന്നേരം SH എന്ന് പറഞ്ഞാൽ 13.6 വന്നു. ആ ഒരു റീഡിങ് എത്രയാണ്? ഡിഫറൻസ് 30 cm. എക്സിൻ്റെ വാല്യൂ 30 cm തന്നിട്ടുണ്ട്. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. നെഗ്ലക്റ്റ് ലോസസ് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ CD-ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നിക്കൽ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് തന്നിരിക്കുന്നതുകൊണ്ട് ഡിഫറൻസിൻ ലെവൽ എന്നുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? എച്ച് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അത് വെച്ചിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, CD തന്നിട്ടുണ്ട്. ഇനി Q ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ഡിസ്ചാർജ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകൊണ്ട് എല്ലാം സെൻറ്റിമീറ്റേഴ്സിലാണ് എടുക്കുന്നതെങ്കിൽ G സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 981 എടുത്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്താൽ വാല്യൂ കിട്ടും. ബാക്കി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് പറയുന്നില്ല, ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. Second question, a 30 cm into 15 cm വെഞ്ചുറിമീറ്റർ is provided in a vertical pipeline carrying oil of specific gravity 0.9. The flow being upwards. The difference in elevation of throat section and entrance section of vencurimeter is 30 cm. The differential U-tube mercury manometer shows a gauge deflection of 25 cm. Calculate the discharge of oil, pressure difference between entrance and throat. Take coefficient of meter as 0.98 and specific gravity of mercury as 13.6. ക്വസ്റ്റ്യനിൽ ഇൻലെറ്റിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ത്രോട്ടിലെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക. പിന്നെ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. പിന്നെ ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് ത്രോട്ട് ആൻഡ് എൻട്രൻസ്, അതാണ് 30 cm പറഞ്ഞ മാർക്ക് ചെയ്തിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇൻലെറ്റ് 1 ആണ്, 2 ആണ് ത്രോട്ട്. അത് തമ്മിലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് 30 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂട്യൂബ് മാനോമീറ്ററിലെ ഡിഫറൻസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 25 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അതേപോലെ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രൻസ് ആൻഡ് ത്രോട്ട്. പ്രഷർ ഡിഫറൻസ് പറഞ്ഞാൽ P1 - P2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. എൻട്രൻസ് 1, ത്രോട്ട് 2, P1 - P2 കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഇല്ല, എച്ചിന് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, 2 ഉപയോഗിക്കേണ്ടി വരും ഇതിൽ. ഓക്കെ, അത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എച്ചിൻ്റെ 2 ഇക്വേഷൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഏത് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ അറിയാം. അന്നേരം H ഈസ് ഈക്വൽ ടു X ഇൻറ്റു SH/S0 - 1 ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. H ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 13.6/0.9 - 1. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് മതി? നമുക്ക് ഏതെങ്കിലും ഒരു വഴി എച്ച് കണ്ടുപിടിച്ചാൽ മതി. CD അറിയാം, A1 അറിയാം, A2 അറിയാം, പിന്നെ എച്ചിൻ്റെ വാല്യൂ കിട്ടുകയും ചെയ്തു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡിസ്ചാർജ് കിട്ടി. ഏതെങ്കിലും ഒരു വഴി എച്ച് കണ്ടുപിടിക്കുക, അതിന് ശേഷം എന്ത് കിട്ടും? ഡയറക്റ്റ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിസ്ചാർജ് ചെയ്യും. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് P1 - P2 കണ്ടുപിടിക്കണം. അത് വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ടേം വെച്ച സമയത്ത് എനിക്ക് എന്ത് കിട്ടി? എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയ വാല്യൂ.
ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരുന്നു. എച്ച് ഇസ് ഈക്വൽ ടു ഇത് ഈക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നത് എന്നാൽ P1/ρg മൈനസ് P2/ρg പ്ലസ് Z1 മൈനസ് Z2. പക്ഷെ നമുക്ക് Z2 മൈനസ് Z1 ആ ലെവൽ ഡിഫറൻസ് എത്രയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 30 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ Z1 മൈനസ് Z2 എന്ന് പറഞ്ഞാൽ -30. ഓക്കെ, P1/ρg മൈനസ് P2/ρg -30 ഈസ് ഈക്വൽ ടു 352.77 കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, P1 മൈനസ് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P1/ρg മൈനസ് P2/ρgക്ക് ഈ ഒരു വാല്യൂ കിട്ടി. 30നെ റൈറ്റ് സൈഡിലോട്ട് എടുത്ത് ആഡ് ചെയ്തു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P1 മൈനസ് P2 ആണ്. എന്ത് ചെയ്താൽ മതി, ഈ റോജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓയിൽ ഈ എടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് എടുക്കേണ്ടത്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് 0.9 ആണ്. ഇൻറ്റു 1000 ചെയ്താൽ അതിൻ്റെ ഡെൻസിറ്റി കിട്ടി. ഓക്കെ, ഇനി P1 മൈനസ് P2 കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു വാല്യൂവിനെ റോജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 900 ഇൻറ്റു 9.81 സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, P1 മൈനസ് P2 ആ പ്രഷർ ഡിഫറൻസ് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ ആ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വഴി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പ്രഷറും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ആ രണ്ട് ഇക്വേഷൻസും ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോൾ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് inclined at 30 degree to horizontal in upward direction. A venturimeter is fitted in this 25 cm diameter pipe. The ratio of area of main and throat is 4 and throat is at a distance of 1.2 meter from the inlet along its length. The U-tube differential manometer connected to the inlet and throat section register a steady reading of 5 centimeters of mercury. Find the discharge and pressure difference in kilopascal between throat and entrance section. The meter has a discharge coefficient 0.995 and relative density of mercury is 13.6. Inclined venturimeter ആണ്. ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് പെട്രോൾ ആണ്. 0.8 അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ ആൻഡ് അപ്വാർഡ് ഡയറക്ഷനാണ്. പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ്, 25 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നെ പൈപ്പിൻ്റെ ഏരിയ ബൈ ത്രോട്ടിൻ്റെ ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട് 4 ആണ്. അതിൽ നിന്ന് എന്തും കിട്ടും, ത്രോട്ടിൻ്റെ ഏരിയയും കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ത്രോട്ട് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2 മീറ്റർ ഫ്രം ദി ഇൻലെറ്റ് അലോങ് ഇറ്റ്സ് ലെങ്ത്. ഈ ഒരു ഡിസ്റ്റൻസ്, ഇവിടെയാണ് ഇൻലെറ്റ് എടുക്കുന്നത്, ഇതാണ് ത്രോട്ട്. അവർ ഇൻക്ലൈൻഡ് ലെങ്ത്ത് അതെത്രയാണ് തന്നിരിക്കുന്നത്, 1.2 മീറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര സെക്ഷൻ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ 1, 2 ഈ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ്, 2 എന്ന് പറഞ്ഞാൽ ത്രോട്ട്. അത് തമ്മിലെ ഇൻക്ലൈൻഡ് ലെങ്ത്ത് 1.2 മീറ്റർ ആണ്. അതേപോലെ ഈ വെഞ്ചുറിമീറ്ററിൻ്റെ ഹൊറിസോണ്ടലായിട്ട് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 1ഉം 2ഉം തമ്മിലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് നമ്മളെ Z2 മൈനസ് Z1 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വരച്ചിരിക്കുന്നത്. Okay, U-tube differential manometer connected to the inlet and throat section register a steady reading of 5 centimeters of mercury. Xൻ്റെ വാല്യൂ ആണ് 5 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഇൻ പ്രഷർ ഇൻ കിലോപാസ്കൽ ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് എൻട്രൻസ്. അതുപോലെ പ്രഷർ ഡിഫറൻസും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യാനുള്ളത്. ആദ്യം നമ്മളെ ഏരിയ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുക. അതേപോലെ ആ റേഷ്യോ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ത്രോട്ടിൽ ഏരിയയും കിട്ടും. സി ഡിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്, അതേപോലെ എക്സിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഇനി എസ് എച്ച് മെർക്കുറിയും തന്നിട്ടുണ്ട്, അതേപോലെ ആ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെയും തന്നിട്ടുണ്ട്. ഇനി ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. എച്ച് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ തൽക്കാലം ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അന്നേരം എച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടും, എക്സ് ഇൻറ്റു എസ് എച്ച് ബൈ എസ് നോട്ട് മൈനസ് 1 കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടും, 0.8 മീറ്റേഴ്സ് ഓഫ് പെട്രോൾ. ഇത് എഴുതി സോൾവ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഡിസ്ചാർജിനെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. എച്ച് കിട്ടിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അറിയുന്നതുകൊണ്ട് ഡിസ്ചാർജ് ഡയറക്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. ഇനി പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എച്ചിൻ്റെ രണ്ടാമത്തെ ഈ ഒരു ആദ്യത്തെ ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്. H is equal to P1/ρg plus Z1 minus P2/ρg plus Z2.
ഓക്കെ, നമുക്ക് എച്ചിൻ്റെ വാല്യൂ ഓൾറെഡി ഈക്വേഷൻ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയാണ് 0.8 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടേം വെച്ചാൽ നമുക്ക് P1 - P2 = എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. അതിനറിയണം Z2 - Z1 അറിയണം. പ്രഷർ ഹെഡിൻ്റെ ഈ ഒരു ഇക്വേഷനിൽ എച്ചിൻ്റെ ഇക്വേഷനിൽ Z1 - Z2 അല്ലെങ്കിൽ Z2 - Z1 അറിയണം. അതറിയാനാണ് ട്രയാങ്കിളിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഇൻക്ലൈൻഡ് ലെങ്ത് 1.2 തന്നിട്ടുണ്ട്, ഈ ആംഗിൾ 30 അറിയാം. അങ്ങനെയാണെങ്കിൽ Z2 - Z1 അങ്ങനെ കിട്ടും 1.2 × sin 30 ചെയ്താൽ മതി, ആ വാല്യൂ കിട്ടി. ഇനി ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷനിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന P1/ρg - P2/ρg മൈനസ് Z2 - Z1 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. പിന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, H + Z2 - Z1 = P1/ρg - P2/ρg. ഇതിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, Z2 - Z1 കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടി, P1/ρg - P2/ρg. ഇനി P1 - P2 പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഹെഡ് ഡിഫറൻസ് ആണ്. ഓക്കെ, പ്രഷർ ഡിഫറൻസ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് കിട്ടണമെങ്കിൽ P1 - P2 = 1.4 × ρg. ഫ്ലോയിങ് ഫ്ലൂയിഡ് പെട്രോളാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 0.8, അതുകൊണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞത് 800. ഓക്കെ, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രഷർ കിട്ടും. കിലോ പാസ്കൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കിലോ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്.